ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2200. ഇന്ന് ജനുവരി മാസം 8-ാം തീയതി. മോർ സ്തേഫാനോസ് സഹദായുടെ ഓർമ്മ പെരുന്നാളാണ് ഇന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം മോർ സ്തേഫാനോസിനെ കുറിച്ച് വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉച്ചത്തില് ആക്രോശിച്ച ഒരു ആൾക്കൂട്ടം. അവർ ചെവി പൊത്തുകയും സ്തേഫാനോസിന്റെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവനെ നഗരത്തിന് പുറത്താക്കുകയും കല്ലെറിയുകയും ചെയ്യുകയാണ്. സാക്ഷികളായ തങ്ങളുടെ വസ്ത്രങ്ങൾ ശൗലെന്ന യുവാവിന്റെ കാൽക്കൽ അവർ അഴിച്ചുവെക്കുന്നുണ്ട്. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് ആ വധവുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയൊരു പരിസരത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ശാന്തനായി മാറുന്നത്, സമചിത്തതയോടുകൂടി പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയെന്നും ദൈവത്തിന്റെ മഹത്വം കണ്ടെന്നും ഇവിടം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തന്റെ ചുറ്റിനും തന്നെ ആക്രമിച്ച് കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഒരുങ്ങിക്കൂടിയ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ പോലും ക്രിസ്തുവില് ഒരു ശാന്തത കണ്ടെത്താനായിട്ട് ഒരു മനുഷ്യനെ കഴിഞ്ഞാല് തീർച്ചയായും അയാളിൽ എന്തുമാത്രം അളവ് യേശുവുണ്ട്. ഒരു മനുഷ്യനിൽ യേശു അളവ് അതിൻ്റെ പാരമ്യത്തിലെത്തുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു തെളിവും കൂടിയാണ് മോർ സ്തേഫാനോസ് സഹദാ. കഴിഞ്ഞുപോയ പുലരിയിൽ നമ്മൾ ഓർത്തിരുന്നു. പതിയെ യേശുവിനെ ധരിച്ച, യേശുവായി മാറുന്ന, യേശു അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. അതിൻ്റെ ഒരു പൂർണ്ണതയാണ് നമുക്കിവിടെ സ്തേഫാനോസിൽ കണ്ടെത്താൻ പറ്റുക. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് നടുവിൽ നിൽക്കുമ്പോഴും അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈ പാപം അവരുടെ മേല് ആരോപിക്കരുതേ. അങ്ങനെയാണ് മരണത്തെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ആത്മാവിനെ ഭരമേൽപ്പിക്കുകയും ഈ പാപമൊന്നും ഇവരിൽ നിലനിർത്തരുതെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത് ക്രൂശിലെ യേശുവിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയ വഴിയിലുള്ള ഒരു വലിയ സാധ്യതയാണ്. എത്തിപ്പെടാനായിട്ട് ഒട്ടും എളുപ്പമല്ല. എന്നാലും ഒന്ന് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്ത് സ്തേഫാനോസിനെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലും നമുക്ക് മുമ്പോട്ട് പോയേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.